കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 28 ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രീരാമൻ്റെ ഉപദേശം നമ്മൾ തുടരുകയാണ്. ഇനിയും വളരെ 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 നല്ല ശ്ലോകങ്ങളാണ്, എപ്പോഴും ഓർമ്മിക്കേണ്ടതും നമ്മളെപ്പോഴും മനനം ചെയ്യേണ്ടതുമായിട്ടുള്ള അർത്ഥത്തോടു കൂടിയ ശ്ലോകങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞു നമ്മൾ വെള്ളം ഇങ്ങനെ ഒരു ദിക്കിൽ വെറുതെ വെച്ച് വെച്ചാൽ അത് ആവിയായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പോവില്ലേ, അതുപോലെയാണ് നമ്മുടെ ആയസ് ഓരോ രാത്രിയും പകലും കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നു. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാം സുഖമാണോ? അല്ല. സുഖം വളരെ നശ്വരമായിട്ടുള്ള സുഖം വരുന്നു പോണു ഒന്നും അനശ്വരമല്ല. മാത്രമല്ല വയസ്സാകുമ്പോഴൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിൽ ഓരോ രോഗങ്ങൾ വന്ന് നമ്മളെ ശത്രുക്കളെ പോലെ നമ്മളെ ആക്രമിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത്. അതായത് നമ്മൾക്ക് ദേഹാഭിമാനം കുറയ്ക്കണം പറയുകയാണ്. ഇനി 29. ജരാവ്യാധി വപുരതസ്തർജയന്ത്യവതിഷ്ഠതേ മൃത്യു സഹൈവ യത്യേഷ സമയം സംപ്രതീക്ഷതേ. അതുകൊണ്ട് ജരയും വ്യാധികളും വപു തർജയന്തി അവതിഷ്ഠതേ, വപുസിനെ തർജനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് എപ്പോഴും ജരയും അടുത്തിങ്ങനെ നമ്മളടുത്ത് എപ്പോഴും ഉണ്ട്. ഏഷ മൃത്യുഹു, ഈ മരണം സഹ ഏവയാതി, കൂടെ തന്നെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് മരണം. സമയം സംപ്രതീക്ഷത്തെ, സമയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ആ സമയമായാൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിഴുങ്ങും കാലസർപ്പം. എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് അല്ലേ. അതായത് ശരീരാഭിമാനം കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ജരയും രോഗവും ഞങ്ങളിതാ വരുന്നു, ഞങ്ങളിതാ അരികത്ത് നിൽക്കണു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളോട് ജരാനരകൾ. ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തി അടുത്ത് നിൽക്കണു എപ്പോഴും. പിന്നെയോ അതായത് മരണമാണെങ്കിലോ ശരീരത്തെ വിട്ട് പിരിയാതെ എപ്പോഴാണ് ഇവരെ കൊണ്ടുപോകാൻ തരാവുക എന്ന് വിചാരിച്ച് മരണം നമ്മുടെ കൂടെ നടക്കണം. കാലം കാത്തിരിക്കണം മരണം. അതുകൊണ്ടാണ് ദേഹാഭിമാനം ഇത് പോകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതിന് അർത്ഥമില്ല. കാരണം ഈ ദേഹത്തുനിന്ന് കിട്ടുന്ന ആനന്ദമായിട്ട് ശരിക്കുള്ള ഞാൻ അനുഭവിക്കുന്ന ആനന്ദമായിട്ട് ഒരു ബന്ധമില്ല. കാരണം അത് പൂർണ്ണ ആനന്ദ സ്വരൂപനാണ്. ഇനി അതിന് ആനന്ദം വേണ്ട. അതാണ് ജരാവ്യാധി വപുരതസ്തർജയന്ത്യവതിഷ്ഠതേ മൃത്യു സഹൈവയാത്യേഷ സമയം സംപ്രതീക്ഷതേ. അതാണ് ജരാനരകൾ ഇങ്ങനെ അടുത്തുകൂടെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഞങ്ങൾ വരുന്നു എന്ന് പറയണ്ടേ. പിന്നെ 30. ദേഹേഹം ഭാവമാപന്നോ രാജാഹം ലോകവിശ്രുത ഇത്യസ്മിൻ മനുതേ ജന്തു കൃമിവിഡ്ഭസ്മ സംജ്ഞിതേ. അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, ജന്തു മീൻസ് ജന്തുക്കൾ, കൃമിവിഡ്ഭസ്മസഹ കൃമിവിഡ്ഭസ്മ സംജ്ഞിതേ. അതായത് കൃമി, പിന്നെ മലം, ഭസ്മം എന്ന പേരോടുകൂടിയ ദേഹത്തിൽ അഹംഭാവം ആപന്നഹ, ഈ ഞാനെന്നുള്ള ദേഹാഭിമാനമുള്ളവൻ, അഹം ലോകവിശ്രുത രാജ ഇതി മനുതേ, ഞാൻ ലോകവിശ്രുതനായ രാജാവാണെന്ന് വിചാരിക്കണു ദേഹാഭിമാനി. ഈ ലോകത്തിൽ കൃമി, മലം, ഭസ്മം ഈ ശരീരം കുറച്ച് കഴിഞ്ഞാൽ കൃമികളാൽ തിന്നിട്ടും നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചണ്ടിത്തങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേ. അത് മരിച്ചു കഴിഞ്ഞാലോ കൃമികൾ തിന്നാം, ഈ മണ്ണിൽ അഴുകിപ്പോവാം, ഭസ്മാവണു നമ്മളെ കത്തിച്ചാൽ അല്ലേ. ഇതൊക്കെ
ഉള്ള ഈ ശരീരത്തിനെ ഞാനാണെന്ന് അഭിമാനിക്കണ ജന്തു ശരിക്കും ബുദ്ധിഹീനൻ തന്നെയാണെന്ന്. എന്നിട്ടാണ് അയാളെ ഞാൻ എത്രയും കീർത്തിമാനാണ്, രാജാവാണെന്ന് വിചാരിക്കണത്. അതായത് ശരീരം ഭൂമിയിൽ കിടന്ന് അളിയും കുറച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് പുഴുക്കൾ തിന്നും. ഇനി അല്ലാച്ചാൽ നമ്മൾ കത്തിക്കും, ദഹിപ്പിച്ച് വെച്ചാൽ ഭസ്മാവുമല്ലോ. ഇത്ര നിസ്സാരവും ജഡവും ആയിട്ടുള്ള ദേഹത്തിനെയാണ് ഞാൻ എന്ന് നമ്മൾ അഭിമാനിച്ചിട്ട് ഞാൻ രാജാവാണ്, ഞാൻ സാമ്രാജ്യാധിപതിയാണ്, ഞാൻ ചക്രവർത്തിയാണെന്നൊക്കെ വിചാരിക്കണത്. ഈ ദേഹം കൃമിയോ ഭസ്മം, അതായത് നമ്മൾ ഭൂമിയിൽ കിടന്ന് അളിഞ്ഞ് കൃമികൾ തിന്ന് അല്ലെങ്കിൽ ഭസ്മം കത്തിച്ച് ഭസ്മമാക്കുന്ന ഈ ശരീരത്തിനെയാണ് നമ്മൾ ഞാൻ എന്നുള്ള അഭിമാനത്തോടു കൂടി ഇരുന്ന്, ഞാൻ ചക്രവർത്തിയാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ വലിയ കുടുംബത്തിൽ വളർന്നതാണ്, ഞാൻ ഇന്നയാളുടെ മകളാണ്, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ നമ്മൾ ദേഹാഭിമാനം കൊണ്ട് ഉണ്ടാവണതാണ്. ഇവിടെ ഇപ്പോൾ രാമൻ്റെ കാര്യത്തിലാണെങ്കിൽ നീയിപ്പോൾ എന്നെ രാജാവാക്കണം വെച്ചിട്ടല്ലേ നീ ശുദ്ധി വന്നത്, നിനക്ക് ഞാൻ രാജാവാണെന്നൊക്കെ അഭിമാനിക്കണത് എത്ര ബുദ്ധിഹീനതയാണ്, നിന്ദ്യയാണ്. നിൻ്റെ ഈ മോഹം ഉണ്ടല്ലോ, അത് നിന്ദ്യയാണെന്ന് തന്നെ പറയണം. കാരണം വെറും കൃമിയും ഭസ്മവും ചളിയൊക്കെ ആയി തീരണ ഈ ദേഹാണതേ. ദേഹേഹം ഭാവമാപന്നോ രാജാഹം ലോകവിശ്രുത ഇത്യസ്മിൻ മനുദേ ജന്തു കൃമിവിഡ് ഭസ്മസംജ്ഞിതേ ത്വഗസ്ഥിമാംസ വിന്മൂത്ര രേതോരക്താദി സംയുത വികാരി പരിണാമീ ച ദേഹേ ആത്മാ കഥം വദ. ത്വക്ക്, അതായത് എന്താ നമ്മുടെ ദേഹത്തിലുള്ളത്? തൊലി, നമ്മുടെ തോല് അല്ലേ ഈ ദേഹത്തിൽ, പിന്നെ എല്ല്, പിന്നെ മലം ഉള്ളിൽ, പിന്നെ രേതസ് അല്ലേ, ശുക്ലം അങ്ങനെയും പറയാമല്ലോ. പിന്നെയോ രക്തം മുതലായിട്ടുള്ള സാധനങ്ങൾ, അത് ഒക്കെ, പിന്നെ അതിൻ്റെ ഈ മജ്ജ മാംസം അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണത്. പിന്നെ അങ്ങനെ കൂടിയിട്ടുള്ള ഈ ദേഹം കഥം ആത്മാവത, എങ്ങനെയാണ് ആത്മാവെന്ന് പറയുക നമ്മൾ? ഈ ജഡമായിട്ടുള്ള ശരീരത്തിന്, അതായത് ദേഹം ആത്മാവാണ്, ഞാനാണെന്ന് വിചാരം എത്ര തെറ്റാണ് ലക്ഷ്മണ. തോല്, എല്ല്, മാംസം, മലം, മൂത്രം, ശുക്ലം, രക്തം, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ സമയത്തും നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് പിന്നെ മാത്രമല്ല ചെറിയ കുട്ടിയായി, അത് കഴിഞ്ഞ് യൗവനാവും, അത് കഴിഞ്ഞാൽ വാർദ്ധക്യവും അല്ലേ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആത്മാവ് ഇതൊന്നും ഇല്ലാത്തതാണ്. ആത്മാവ് എപ്പോഴും നിത്യനായിട്ട്, ഒരു പരിണാമമില്ലാതെ, ഒരു വികാരമില്ലാതെ, അതായത് വേറൊരു തരത്തിലായി തീരെ ഒന്നുമില്ല. ദേഹം അങ്ങനെ തീരുമല്ലോ, ചെറിയ ദേഹമായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ വലുതായി, കുറച്ച് കഴിയുമ്പോൾ യൗവനായി, പരിണാമമുണ്ട്, വികാരങ്ങളും ഉണ്ട് എല്ലാറ്റിനും. അതൊന്നുമില്ലാത്ത നിത്യ ശുദ്ധ സത്വസ്വരൂപമാണ് ആത്മാവേ. അപ്പോൾ ഇതൊന്നുമില്ലാത്ത നിത്യശുദ്ധ ചൈതന്യമാണ് നമ്മുടെ ആത്മാവ്. ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ഹേ ലക്ഷ്മണ, ദേഹം എങ്ങനെ ആത്മാവാന്ന് പറയും? ആ ദേഹത്തിന് നീ എന്നെ രാജാവാക്കണം എന്നൊക്കെ വിചാരിക്കണത് എത്ര മൂഢത്വമാണ് എന്നാണ് പറയണത് കേട്ടോ. അതായത് ഇതൊക്കെ ഈ കാണുന്ന ദേഹത്തിന് എല്ലാ പരിണാമങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ട് എപ്പോഴും. പക്ഷേ ആത്മാവിന് അതൊന്നുമില്ല. ഇത് ആത്മാവ് നിത്യശുദ്ധ ചൈതന്യമാണെന്നൊക്കെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അപ്പം പിന്നെ ലക്ഷ്മണ, ദേഹം എങ്ങനെയാണ് ആത്മാവാകുന്നത് നീ പറയണതെന്ന് പറയാണ്. ദേഹാഭിമാനം കൊണ്ടാണ് നീ എൻ്റെ പേര് രാജാവാക്കാൻ നോക്കണതേ. ത്വഗസ്ഥിമാംസ വിന്മൂത്രരേതോ രക്താദി സംയുത വികാരി പരിണാമീ ച ദേഹ ആത്മാ കഥം വദ. 32. യമാസ്ഥായ ഭവാം ലോകം ദഗ്ധുമിച്ഛതി ലക്ഷ്മണ ദേഹാഭിമാനിന സർവേ ദോഷാ പ്രാദുർഭവന്തി. ലക്ഷ്മണ, ഭവാൻ, ഹേ ലക്ഷ്മണ, നീ യം ആസ്ഥായ, ഏതൊന്നിനെ സ്വീകരിച്ചിട്ട് ലോകം ദഗ്ധും ഇച്ഛതി, ഈ ലോകത്തിനെ ദഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ദേഹാഭിമാനിന, ദേഹാഭിമാനികൾക്ക്
സർവേ ദോഷാഹ സകല ദോഷങ്ങളും പ്രാദുർഭവന്തി ഉത്ഭവിക്കുന്നു. എന്താ പറയണ വെച്ചാൽ, ലക്ഷ്മണ നീ ഈ നിൻ്റെ ഈ കോപം കൊണ്ട് നിൻ്റെ കോപത്തിന് കാരണം രാഗദ്വേഷങ്ങളാണ്. ആ രാഗാദിദ്വേഷങ്ങൾ കാരണം നിനക്കുണ്ടാവുന്ന ഈ കോപം ഉണ്ടല്ലോ, ആ കോപം കൊണ്ട് നീ ലോകത്തിനെ ദഹിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആത്മഭാവനയുള്ള, അതായത് ഈ ദേഹം തന്നെ ആത്മാവാണെന്ന് വിചാരിക്കണ ഒരാൾക്ക് അതിൻ്റെ ദോഷങ്ങൾ മുഴുവൻ നിശ്ചയമായിട്ടും അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ട്? രാഗദ്വേഷാദികൾ കൊണ്ടാണ് നിനക്കിപ്പോൾ ഈ ദേഹാഭിമാനം. എന്നിട്ട് നീ അതിൽ നിന്നുണ്ടായിട്ടുള്ള കോപം കൊണ്ട് നീ ലോകത്തിനെ മുഴുവൻ ദഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിൻ്റെ ദേഹാഭിമാനം കൊണ്ടുണ്ടാവുന്ന ഈ രാഗദ്വേഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങളൊക്കെ നിന്നെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നീ ദേഹാഭിമാനത്തെയും അതുകൊണ്ടുണ്ടാകുന്ന രാഗാദി ദോഷങ്ങളെയും നീ ഉപേക്ഷിക്കുക തന്നെ വേണമെന്ന് പറയാണ്. ഇപ്പം നിനക്കുണ്ടായിട്ടുള്ള കോപം രാഗാദി ദേഹാഭിമാനം കൊണ്ടാണ്. ആ ദേഹാഭിമാനം കൊണ്ടാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടായത്. ആ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന കോപമാണ് നീ ഇപ്പോൾ കാണിച്ചത്. അതൊക്കെ തീർച്ചയായിട്ടും നിനക്ക് വിപരീതമായിട്ടുള്ള അനുഭവങ്ങളെ നൽകുള്ളൂ. അതുകൊണ്ട് ലക്ഷ്മണ, നീ ഈ ദേഹാഭിമാനത്തെയും അതുകൊണ്ടുണ്ടാകുന്ന രാഗദ്വേഷാദി ദോഷങ്ങളെയും ഉപേക്ഷിക്കണം ലക്ഷ്മണ എന്ന് പറയാണ്. യമാസ്ഥായ ഭവാം ലോകം ദഗ്ധുമിച്ഛതി ലക്ഷ്മണ ദേഹാഭിമാനിന സർവേ ദോഷാ പ്രാദുർഭവന്തി. 33. ദേഹോഹമിതി യാ ബുദ്ധിരവിദ്യാ സാ പ്രകീർത്തിത നാഹം ദേഹശ്ചിദാത്മേതി ബുദ്ധിർവിദ്യേതി ഭണ്യതേ. അഹം ദേഹം ഇതി ബുദ്ധി യാ, ഞാൻ ദേഹമാകുന്നു എന്ന വിചാരം, സാ അവിദ്യ പ്രകീർത്തിത, അതിനെയാണ് അവിദ്യ എന്ന് പറയണത്. അതാണ് അവിദ്യ. ഏത്? ഞാൻ ദേഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കണത്, ഞാൻ ആത്മാവല്ല എന്ന് വിചാരിച്ച് ഞാൻ ദേഹമാണെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് അവിദ്യ. അതായത് ആത്മാവിനെയും അനാത്മാവിനെയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നിൻ്റെ അവിദ്യ. അഹം ദേഹം നഹ ചിദാത്മാ ഇതി ബുദ്ധി, ഞാൻ ദേഹമല്ല, ഞാൻ ചിദാത്മാവാകുന്നു എന്ന വിചാരം വിദ്യ ഇതി ഭണ്യത, അതിനെയാണ് വിദ്യ എന്ന് പറയണമെന്ന്. അപ്പം ഇതിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയണത് എന്താണ് അവിദ്യ, എന്താ വിദ്യ എന്നാണ്. വളരെ എളുപ്പമാണ് ഡെഫിനിഷൻ. എന്താ? ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണതാണ് അവിദ്യ. ഞാൻ ദേഹമല്ല, ആത്മാവാണ്, ചിദാത്മാവാണ് എന്ന് വിചാരിക്കുന്നതാണ്, നിത്യചൈതന്യമായ ആത്മാവാണ് എന്ന് വിചാരിക്കുന്നതാണ് വിദ്യ. വിദ്യയും അവിദ്യയും. എന്താ വിദ്യ? ഞാൻ ആത്മാവാണ്, ഞാൻ ആ നിത്യചൈതന്യ പൂർണ്ണമായിട്ടുള്ള ആ ആത്മാവാണ് ഞാൻ, ഈ ദേഹമൊന്നുമല്ല ഞാൻ, ഈ ദേഹം വെറും ജഡാണെന്ന് വിശ്വസിക്കുന്നത് വിദ്യ. നേരെ തിരിച്ച് ആത്മാവിനെ വിസ്മരിച്ച് ഞാൻ ഈ ദേഹം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അവിദ്യ. അപ്പം ഈ അവിദ്യ കൊണ്ടാണ് നമുക്ക് രാഗദ്വേഷമൊക്കെ ഉണ്ടാവണത്, ഞാൻ എൻ്റെന്നേ. ദേഹോഹമിതി, അതല്ലേ ദേഹാഭിമാനത്തിനും അത് അപ്പം ഇപ്പം ലക്ഷ്മണനുണ്ടായ രാഗദ്വേഷം ഇല്ലാതെയാക്കാൻ അതാണ് വഴി. ഏത്? ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുക, ഞാൻ ആ ചിദാത്മാവാണ് എന്ന് മനസ്സിലാക്കണതാണ്. അപ്പോൾ ഞാൻ ദേഹമല്ല, ജ്ഞാനസ്വരൂപനായ ആത്മാവാണെന്നുള്ള നിശ്ചയമാണ് വിദ്യ. അതുണ്ടെങ്കിൽ നമുക്ക് രാഗദ്വേഷാദികളിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി ദേഹോഹമിതി യാ ബുദ്ധിരവിദ്യാ സാ പ്രകീർത്തിത നാഹം ദേഹശ്ചിദാത്മേതി ബുദ്ധിർവിദ്യേതി ഭണ്യതേ. അതിനെയാണ് ഭണ്യത, അതായത് ബുദ്ധി എന്ന് വിദ്യ എന്ന് പറയപ്പെടുന്നു എന്ന്. ഇനി 34 3 വരിയാണ്. അവിദ്യ സംസൃതേഹേർത്തുർവിദ്യ തസ്യ നിവർത്തിക. ഹേതു അവിദ്യ സംസൃതേ ഹേതുർ വിദ്യ തസ്യ നിവർത്തിക. അല്ല, ഹേതുർ അവിദ്യ തസ്യ നിവർത്തിക. അല്ല, അവിടെ വിദ്യ തന്നെയാണ് കേട്ടോ, അത് മുറിക്കേണ്ടത്. അതെ, സംസൃതേ ഹേതു വിദ്യ
തസ്യ അതെ വിദ്യ തസ്യ നിവർത്തിക തസ്മാദ്യത്ന സദാ കാര്യോ വിദ്യാഭ്യാസേ മുമുക്ഷുഭി കാമക്രോധാദയസ്തത്ര ശത്രുസൂദന. അവിദ്യ സംസൃതേ ഹേതു. അവിദ്യയാണ് സംസാരത്തിന് കാരണം. അതായത് നമ്മൾ ഈ സംസാരത്തിൻ്റെ തന്നെ കാരണം അവിദ്യയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ സംസാരം ഇല്ല, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് മനസ്സിലാവും. എപ്പോൾ നമ്മൾ ആത്മാവാന്ന് മനസ്സിലായാലേ. അപ്പോൾ അവിദ്യ, ഞാനാണ് ദേഹാഭിമാനമാണ് ശരിക്ക് ഈ സംസാരത്തിന് തന്നെ കാരണം എന്ന്. അവിദ്യ സംസൃതേ ഹേതുന്ന്, സംസാരത്തിൻ്റെ ഹേതുവാണ്. തസ്യ നിവർത്തിക വിദ്യ, അതിന് അപ്പുറത്തേക്ക് കടക്കാൻ, അതിനെ നിവർത്തിക്കാൻ, ഈ സംസാരത്തിനെ തരണം ചെയ്യാൻ എന്താണ് വിദ്യ. തസ്മാത്, അതുകൊണ്ട് മുമുക്ഷുഭി, അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവർ, വിദ്യാഭ്യാസ യത്ന സദാ കാര്യ, വിദ്യാഭ്യാസത്തിൽ പ്രയത്നം എപ്പോഴും ചെയ്യപ്പെടണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യ കിട്ടാനുള്ള അഭ്യാസം. അവിദ്യ അകറ്റി വിദ്യ കിട്ടാനുള്ള അഭ്യാസമാണ് വിദ്യാഭ്യാസം. വിദ്യ പറഞ്ഞാൽ എന്താ? ഞാൻ ദേഹമല്ല എന്നുള്ള ബോധമാണ് വിദ്യ. ആ വിദ്യക്കുള്ള അഭ്യാസമാണ് വിദ്യാഭ്യാസം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയാണ് എൻ്റെ ഗുരുവായൂരപ്പ അല്ലേ? ശരിക്കും വിദ്യാഭ്യാസം വെച്ചാൽ എന്താ? വിദ്യ അറിയാനായിക്കൊണ്ട് എന്തെല്ലാം സാധനങ്ങളും അഭ്യാസങ്ങളും വേണോ അതാണ് വിദ്യാഭ്യാസം. എപ്പോഴും ചെയ്യപ്പെടണം എന്ന്. ശത്രുസൂദന, ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ വളരെ സമർത്ഥനായ ലക്ഷ്മണ, തത്ര അതിൽ വിദ്യാഭ്യാസത്തിലെന്നർത്ഥം. കാമക്രോധാദയ ശത്രവ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ശത്രുക്കളാണ് കാമവും ക്രോധവും. എത്ര നന്നായി പറഞ്ഞിരിക്കണു അല്ലേ? അതായത് ഞാൻ ദേഹമാണ് എന്നുള്ള ആ ഒരു ബോധം മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിദ്യ, ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നത് അവിദ്യ. അപ്പം നമുക്ക് ഈ ജനന മരണ ചക്രങ്ങളിൽ തിരിഞ്ഞും കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതാണല്ലോ സംസാരം. ഈ ജനന മരണ ചക്രത്തെ തിരിഞ്ഞുകൊണ്ടിരിക്കണതാണ് സംസാരം എന്ന് പറയണത്. അതിൻ്റെ ഹേതു എന്താ? ഞാൻ ദേഹമാണെന്നുള്ള ആ ഭാവന. അപ്പോൾ അതിനെ നശിപ്പിക്കണത് എന്താ? വിദ്യ. ഞാൻ ആത്മാവാണ് എന്ന് അറിയണത്. അതുകൊണ്ട് ഈ മോക്ഷം ആഗ്രഹിക്കുന്ന മോക്ഷേച്ഛുക്കളെല്ലാവരും ഈ വിദ്യ അഭ്യസിക്കണതിൽ പരിശ്രമിക്കണം, വിദ്യാഭ്യാസത്തിൽ പരിശ്രമിക്കണം എന്ന്. എന്താ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ഏതാണ്? കാമക്രോധ ലോഭ മദ മോഹ മാത്സര്യങ്ങൾ. അതുകൊണ്ട് ലക്ഷ്മണ, നിൻ്റെ ഈ പരാക്രമത്തെ പ്രകാശിപ്പിക്കേണ്ടത് എന്തിനാണ്? കാമക്രോധങ്ങളെ നീ നശിപ്പിക്കണം. അതിനെയാണ് നീ യുദ്ധം ചെയ്യേണ്ടത്. അതായത് കാമക്രോധാദികളുടെ അമ്മ ആരാ? കാമക്രോധാദികളുടെ ഈ നമ്മുടെ ഷഡ് വൈരികളുടെ അമ്മ ആരാ അറിയോ? അവിദ്യയാണ്. അവിദ്യ എന്താ? ദേഹാഭിമാനം. കാമക്രോധാദികളെ പ്രസവിക്കുന്നത് അമ്മയാണ് അവിദ്യ. അവിദ്യ എന്താ? ഞാൻ ദേഹമാണെന്നുള്ള അഭിമാനം. അപ്പോൾ ഈ ആ അവിദ്യയെ കളയാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ, വിദ്യ. വിദ്യ ഉണ്ടായാൽ പിന്നെ നമുക്ക് കാമക്രോധാദികളൊക്കെ തന്നെ നശിക്കും. അതുകൊണ്ട് ആ അവിദ്യയെ നശിപ്പിക്കുന്ന അപ്പം അവിദ്യ നശിപ്പിക്കാൻ നോക്കുമ്പോൾ കാമക്രോധാദികൾ നമ്മളെ തിരിച്ച് എതിർക്കും. കാരണം അവിദ്യയുടെ മക്കളാണല്ലോ കാമക്രോധാദികളെ. അപ്പം നമ്മൾ അവിദ്യ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാമക്രോധാദികൾ നമ്മളെ എതിർക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിദ്യ നമ്മൾ വിദ്യ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അവിദ്യ തോൽപ്പിച്ച് അത് അവിടുന്ന് കരകയറണം. ആർക്കും ആത്മനാശം വേണമെന്ന് മോഹം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കാമക്രോധാദികളെ അടക്കൂ എന്ന് പറയാണ് ലക്ഷ്മണനോടെ. ഈ വിദ്യാഭ്യാസത്തിന്, അതായത് ഒരൊറ്റ സൂത്രമേ ഉള്ളൂ ഈ അവിദ്യ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ കാരണമായ അവിദ്യ നശിപ്പിക്കാൻ വിദ്യ അഭ്യസിക്കേ പറ്റുള്ളൂ. ആ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ വലിയ ശത്രുക്കളാണ് കാമക്രോധാദികൾ എന്ന് പറയും. അവിദ്യ സംസൃതേർ ഹേതുർവിദ്യ തസ്യ നിവർത്തിക തസ്മാദ്യത്ന, യത്നം ചെയ്യണം. സദാ കാര്യോ വിദ്യാഭ്യാസേ മുമുക്ഷുഭി, മുമുക്ഷുക്കളൊക്കെ വിദ്യാഭ്യാസം ചെയ്യണം, അതിനുവേണ്ടി യത്നിക്കണം എന്ന്.
കാമക്രോധാദയസ്തത്ര ശത്രുവശത്രുസൂദന. ആ വിദ്യയുടെ ശത്രുക്കളാണ് കാമക്രോധാദികൾ. ഇനി 35. തത്രാപി ക്രോധ ഏവാലം മോക്ഷവിഘ്നായ സർവദാ യേനാവിഷ്ടപുമാൻ ഹന്തി പിതൃഭാതൃ സുഹൃത് സഖീൻ. തത്രാപി അതിലും പ്രത്യേകിച്ച് ക്രോധ ഏവ കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങളൊക്കെ ശത്രുക്കളാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ചും ക്രോധം സർവദാ മോക്ഷവിഘ്നായ അലം, എപ്പോഴും മോക്ഷത്തിന് വിഘ്നമായിട്ട് വരും. സമർത്ഥം, അതാണ് മോക്ഷത്തിന് വിഘ്നായി വരും ക്രോധം. ഏന ആവിഷ്ട പുമാൻ, അതിനാൽ ഏത് മനുഷ്യനും പിതൃഭ്രാതൃ സുഹൃൽ സഖീൻ, പിതാവ്, സഹോദരൻ, മിത്രങ്ങൾ, സഖികൾ, ഇവരെയൊക്കെ ഹനിക്കുന്നു. ഈ ക്രോധമാണ് നമ്മൾ കാണുന്ന എല്ലാ ദുഷ്ടതയുടെയും പിന്നിലുള്ളതെന്ന് പറയുകയാണ്. അതായത് കാമക്രോധ ലോഭ മത മോഹ മാത്സര്യ ഷഡ്വൈരികളൊക്കെ ശത്രുക്കൾ തന്നെയാണ്, അല്ല വൈരികൾ തന്നെയാണ്. പക്ഷെ അതിൽ വെച്ച് മോക്ഷത്തിന് വിഘ്നമായി നിൽക്കണത്, ഏറ്റവും വിഘ്നമായി നിൽക്കണ ക്രോധമാണ്. ആ ക്രോധത്തിന് അധീനനായിട്ടുള്ള അച്ഛന്മാർ, അമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ബന്ധുക്കൾ, സ്നേഹിതന്മാർ ഒക്കെ അവരെയൊക്കെ ഹനിക്കും. ആ ക്രോധം കൊണ്ട് അച്ഛനെയോ അമ്മയോ ആരെ വേണമെങ്കിൽ കൊന്നു വരും. ആ ക്രോധം കൊണ്ട് അത്ര വർജിക്കേണ്ട ഒരു കാര്യമാണ് ക്രോധം. അത്ര വലിയ ശത്രുവാണ്. ക്രോധത്തിനെ നമ്മൾ കീഴടക്കി പറ്റൂ. അതായത് ഇപ്പം എന്നോട് പറഞ്ഞില്ലേ, നീ അച്ഛനെ പിടിച്ച് കെട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഭരതനെ വധിക്കാം അങ്ങനെയൊക്കെ പറയില്ലേ നീ, അതൊക്കെ നിൻ്റെ കോപം കൊണ്ടാണെന്ന്. അതായത് എന്താണ്, അച്ഛനെയൊക്കെ വധിച്ചാൽ പിന്നെ അവന് മോക്ഷം കിട്ടാൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് ക്രോധമാണ് നിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണത്. അതുകൊണ്ട് അത് അരുതെന്ന് പറയുകയാണേ. അപ്പോൾ എത്ര നല്ലതാണ്. ക്രോധമാണ് ഏറ്റവും നമ്മൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, തത്രാപി ക്രോധ. പക്ഷെ ക്രോധം വരാൻ കാരണം കാമം ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആഗ്രഹിക്കും, അത് സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം. പിന്നെ ക്രോധം കൊണ്ട് നാശം. തത്രാപി ക്രോധ ഏവാലം മോക്ഷവിഘ്നായ സർവദാ യേനാവിഷ്ടപുമാൻ ഹന്തി പിതൃഭാത സുഹൃത് സഖീൻ. ക്രോധമൂലോ മനസ്താപ ക്രോധ സംസാരബന്ധനം ധർമ്മക്ഷയകര ക്രോധസ്തസ്മാൽ ക്രോധം പരിത്യജ. മനസ്താപ, മനസ്സിൽ ദുഃഖം, ക്രോധമൂലം, ക്രോധമാകുന്ന കാരണം, ക്രോധമൂലം മനസ്സിൽ ദുഃഖം, ക്രോധ സംസാരബന്ധനം, ക്രോധം കൊണ്ട് നമുക്ക് മനസ്സിന് ദുഃഖമുണ്ട്. ഇപ്പം ക്രോധം, അതായത് ദേഷ്യപ്പെട്ട ആൾക്കാണ് ആ ദേഷ്യപ്പെടൽ അനുഭവിക്കേണ്ട, കേട്ട ആളെക്കാളും ദുഃഖേ. അത് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അറിയില്ല. പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറയാച്ചാൽ ആരാണ് ദേഷ്യത്തിന് അർഹനായ, ദേഷ്യത്തിന് പാത്രമായത്, ആ ആളെക്കാളും ശരിക്ക് എന്താണ് ദുഃഖം ഈ ദേഷ്യപ്പെട്ട ആൾക്കാവും. അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്താപം ഉണ്ടാവും, അയ്യോ അങ്ങനെ ഞാൻ ചെയ്തൂലോ എന്നുള്ളത്. പിന്നെയോ ക്രോധം സംസാരബന്ധനം, ക്രോധം സംസാരബന്ധത്തിനെ ജനിപ്പിക്കണു. കാരണം അതുകൊണ്ട് ചെയ്യും പല കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും ജനിക്കണേ. ക്രോധം ധർമ്മക്ഷയകര, ക്രോധം ധർമ്മത്തിനെ ക്ഷയിപ്പിക്കണു. എല്ലാം കൊണ്ടും ക്രോധം തെറ്റാണ്. തസ്മാൽ ക്രോധം പരിത്യജ, അതുകൊണ്ട് ക്രോധത്തെ കംപ്ലീറ്റ്ലി പരിത്യജിച്ചാലും എന്ന് പറയുകയാണ്. അതായത് ക്രോധം കൊണ്ട് നമുക്ക് ഗിൽട്ട്, അല്ലേ, കുറ്റബോധം, അതാണ് മനസ്താപം എന്ന് പറഞ്ഞത്. മനസ്താപം ഉണ്ടാവാം. ക്രോധം കൊണ്ട് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പിന്നെയും ജനിക്കേണ്ടി വരും. അതാണ് ചക്രത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരും. അതായത് സംസാരബന്ധനം. പിന്നെയോ ക്രോധം ധർമ്മത്തെ ക്ഷയിപ്പിക്കും, അല്ലേ, എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് നീ ക്രോധത്തെ നിശേഷം ഉപേക്ഷിക്കണം. ക്രോധം കൊണ്ടാണ് നീ ഇതൊക്കെ പറയണത് എന്ന് പറയുകയാണ്. ആരോട്? ലക്ഷ്മണനോട്. പിന്നെ നമുക്ക് 37 കൂടി ഇവിടെ നിർത്താം. അപ്പോൾ 36ഉം 37ഉം കൂടി ഞാൻ ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്കിവിടെ നിർത്താം. 36. ക്രോധമൂലോ മനസ്താപ ക്രോധ സംസാരബന്ധനം ധർമ്മക്ഷയകര ക്രോധസ്തസ്മാൽ ക്രോധം പരിത്യജ.
ക്രോധ ഏഷ മഹാൻ ശത്രുസ്തൃഷ്ണ വൈതരണീ നദീ സന്തോഷോ നന്ദനവനം ശാന്തിരേവ ഹി കാമധുക്. ഏഷ ക്രോധ, ഈ ക്രോധം, മഹാൻ ശത്രുഹു, അതായത് വലിയ ശത്രുവാണ്. തൃഷ്ണ, അത്യാഗ്രഹം. വൈതരണി നദി, അത് വൈതരണി എന്ന് പേരായിട്ടുള്ള ഒരു പുഴയാണ് ആഗ്രഹം. സന്തോഷ നന്ദനവനം, സന്തോഷോ നന്ദനം എന്ന് പേരായിട്ടുള്ള ഉദ്യാനമാണ്. ശാന്തി ഏവ ഹി, അതന്നെയാണ് മനസ്സമാധാനം തന്നെ. കാമധുക്, മനസ്സിൻ്റെ ശാന്തിയാണ് കാമധേനു. എത്ര സ്ഥലറിയോ. ഈ ക്രോധം ആത്മനാശത്തിനും കൂടി കാരണം ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ ശത്രു പറയുന്നത്. മഹാൻ ശത്രു പറഞ്ഞില്ലേ, നമ്മുടെ ആത്മനാശത്തിന് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രോധം. അതുകൊണ്ടാണ് ബലവാനായിട്ടുള്ള ശത്രു എന്ന് പറഞ്ഞത്. മഹാൻ ശത്രു. എത്ര മാത്രമല്ല, ഏറ്റവും വലിയ ശത്രു ക്രോധം. അതായത് നമ്മുടെ ആത്മനാശം തന്നെ സംഭവിക്കും. പിന്നെയോ ഈ ഇതുണ്ടല്ലോ, ലോഭം, എത്ര കിട്ടിയാലും മതിയാവായ ഗ്രീഡ്, അത് നരലോകത്തിലെ വൈതരണി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്. നരലോകത്തിൽ അനവധി വന്യമൃഗങ്ങളെ, ഹിംസമൃഗങ്ങളൊക്കെ ഉള്ളത് അതുപോലത്തെ നദിയാണ്. ഏതാ ലോഭം. എത്ര കിട്ടിയാലും മതിയാവില്ല. കിട്ടിയതിൽ തൃപ്തി തോന്നുന്ന, എന്നാലോ നേരെ തിരിച്ച് നമുക്ക് കിട്ടിയതിൽ തൃപ്തി തോന്നണ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നന്ദനോദ്യാനമാണ്. ഇന്ദ്രൻ്റെ ഉദ്യാനമാണ് നന്ദനെ. ഇന്ദ്രൻ്റെ ഉദ്യാനമായിട്ടുള്ള നന്ദനം പോലെ സന്തോഷമാണ് എന്താ തൃപ്തി. പിന്നെയോ അത്ര നമുക്ക് അവിടെ സന്തോഷം ഉണ്ടാവും നന്ദനവനത്തിലത്തെ പോലെ. പിന്നെയോ ശാന്തി വെച്ചാൽ എന്താ കാമധേനുവാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ കാമധേനു തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിലേറ്റവും നമ്മൾ വർജിക്കേണ്ടത് ക്രോധം. എന്താ വെച്ചാൽ ആത്മനാശം തന്നെ സംഭവിക്കും. പിന്നെ ലോഭം, തൃഷ്ണ. ലോഭം എന്നും തൃഷ്ണ എന്നും പറയാം. അത് നരകലോകത്തിലെ വൈതരണി പോലെയാണ്. എത്രയായാലും മതിയാവില്ല, എത്ര നീന്തിയാലും കടക്കാൻ പറ്റില്ല. മീൻസ് മോഹങ്ങളുടെ പിന്നാലെ 10 കിട്ടുകിൽ 100 മതി എന്ന് നമുക്കറിയാലോ. അതാണ് ലോഭം. അത് വൈതരണി പോലെ തരണം ചെയ്യാൻ പറ്റാത്ത ഒരു നദിയാണ്. പിന്നെയോ നേരെ തിരിച്ച് ഉള്ളിൽ തൃപ്തിയും സന്തോഷവും, അത് ഇന്ദ്രൻ്റെ നന്ദനവനം പോലെ സന്തോഷമാണ്. പിന്നെയോ ശാന്തി എന്നുള്ളത് ഒരു കൽപ്പവൃക്ഷം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് ഇന്ന് നിർത്താട്ടോ. അതായത് എത്ര അനുഭവിച്ചാലും നമുക്ക് ആഗ്രഹം കഴിയലില്ലേ, ശമിക്കില്ല അല്ലേ. ആശയ്ക്കൊരു എത്ര കിട്ടിയാലും പിന്നെയും പോരാന്നാണ്. അപ്പോൾ ഈ വിറക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും തോറും ഈ അഗ്നി ജ്വലിക്കില്ലേ, അതുപോലെയാണ് നമുക്ക് ഭോഗങ്ങളിങ്ങനെ അനുഭവിക്കും തോറും പിന്നെയും മോഹമായി വരും. ഇതാണ് തൃഷ്ണ, അതാണ് ലോഭം. ഇതിനെയാണത്ര വളരെ പ്രയാസമാണ്. അതാണ് വൈതരണി നദിയോട് ഉപമിച്ചത്. വൈതരണി നദിയിൽ അത്ര ഹിംസ ജന്തുക്കളുണ്ട് നരകത്തിലേ. അപ്പോൾ ആരും അത് കടക്കില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും പറ്റുക, അത്ര ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ. അതുപോലെയാണ് എത്ര കിട്ടിയാലും മതിയാവില്ല. ലോഭവും ക്രോധമാണ് ഏറ്റവും വയ്യാത്തത്. പക്ഷെ ലോഭം അതുപോലെ ബുദ്ധിമുട്ടാണെന്ന്. അതേസമയം ഉള്ളതിൽ തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷം. ഉള്ളതിൽ വേറൊരാൾക്കുള്ളത് പോലെ വേണം തോന്നായ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉള്ളതിൽ തൃപ്തി. അത് നന്ദനവനം. പിന്നെയോ അതുകൊണ്ടുണ്ടാകുന്ന ശാന്തി കൽപ്പവൃക്ഷം എല്ലാം തരുന്നത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഞാൻ 37 വായിച്ചിട്ട്. ക്രോധയേഷ മഹാൻ ശത്രുസ്തൃഷ്ണ വൈതരണീ നദി സന്തോഷോ നന്ദനവനം ശാന്തിരേവ ഹി കാമധുക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.